ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അടിപൊളി ബീഫ് ഫ്രൈ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കഴിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഒരു 3/4 കിലോളം ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 7ഓളം വെളുത്തുള്ളി എന്നിവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കൂടിയ ഫ്ലെയിമിൽ ഒരു 10 വിസിൽ നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ബീഫൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് വളരെ കുറച്ച് മതി. കാരണം ബീഫിൽ അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഉള്ളി വാടാൻ മാത്രം എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ കുറച്ചധികം ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി എന്ന് പറയുമ്പോൾ നന്നായിട്ട് നൈസായിട്ട് തന്നെ അരിയണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും. പിന്നെ ബീഫ് ഫ്രൈ ആയതുകൊണ്ടാണ് ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞേക്കുന്നത്. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 5 കഷ്ണം കറുകപ്പട്ടയും 3 ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആവണ വരെ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് വേവിച്ച് വെച്ച ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ബീഫ് കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചാറൊക്കെ ഒന്ന് വറ്റണ വരെ കൂടി ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്. അപ്പോൾ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ വലിയ കഷ്ണങ്ങൾ വേവിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ജസ്റ്റ് ചൂടാക്കിയ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് കൂടിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തന്നെ വേണം കേട്ടോ ചേർക്കാനായിട്ട്. അതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ബീഫ് ചാറൊക്കെ വറ്റി ഡ്രൈ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നി. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1.5 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് കൂടിയ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. മൂന്ന് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ ബീഫ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.